Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ നാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കൽ കൂടെ അഭിഷേകാഗ്നി ശുശ്രൂഷകളിൽ പങ്കാളികളാകാൻ നമ്മളെല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗം ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇന്നിതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വിദ്യാർത്ഥിനികൾക്കും അച്ഛൻ്റെ പ്രത്യേകമായ ഒരു അഭിവാദനം. All children, I pray for you because Lord is very merciful to all the children. Hallelujah. 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 അച്ഛൻ്റെ ഇന്നോളമുള്ള ശുശ്രൂഷകളിൽ അച്ഛൻ കണ്ടിരിക്കുന്നൊരു പ്രത്യേക കാര്യമാണ് കുട്ടികളോടും വിദ്യാർത്ഥിനികളോടും ബാലികാബാലന്മാരോടും കർത്താവായ യേശു ക്രിസ്തു വളരെ ഇഷ്ടത്തോടെ ഇടപെടുന്നു. അവർ പ്രാർത്ഥിക്കുമ്പോഴേക്കും കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു കൊടുക്കുന്നു. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ തന്നെ അച്ഛൻ പ്രത്യേകം ശ്രദ്ധിച്ചുള്ള കാര്യമാണ് അഭിഷേകാഗ്നി ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന അനവധി വർഷങ്ങളായി ദൈവത്തിൽ നിന്ന് അകന്നുപോയി പ്രാർത്ഥിക്കാൻ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, കുമ്പസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ വിളിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, വചനം കേൾക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഒരുപാട് നാളുകളായി ദൈവത്തിൽ നിന്ന് അകന്നുപോയി, വിശുദ്ധ കൂദാശകളിൽ നിന്ന് അകന്നുപോയി, ആത്മാവിൻ്റെ നിത്യത നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള ആത്മാക്കൾ ഇങ്ങനെയുള്ള അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ സ്വർഗീയ പിതാവ് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് വളരെ ഇഷ്ടത്തോടെ ആ ആത്മാക്കളെ വാരിപ്പുണരുകയും ആ ആത്മാക്കളുടെ മേൽ കൃപ ചൊരിയുകയും ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് ആൻ്റണി. ഞാൻ കോതമംഗലം രൂപതയിൽ കുളപ്പുറം കാലുവരി ഇടവയിൽ നിന്ന് വരികയാണ്. ഞാൻ രണ്ട് കാര്യങ്ങൾക്ക് സാക്ഷ്യം പറയാണ് വന്നത്. ഒന്ന്, എൻ്റെ ജീവിതം ഒരു വഴിപിഴച്ച ജീവിതമായിരുന്നു. 16 വർഷം ഞാൻ കുമ്പസാരിക്കാതെയും പള്ളിയും പോകാതെയും കഴിഞ്ഞു. വഴി തെറ്റിയ ഒരു ജീവിതമായിരുന്നു എൻ്റെ കർത്താവേ. അങ്ങനെ കഴിഞ്ഞു കൂടുമ്പോഴാണ് കോതമംഗലം സെൻറ്റ് ജോർജ് ഗ്രൗണ്ടിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം 2012 കോതമംഗലം സെൻറ്റ് ജോർജ് ഗ്രൗണ്ടിൽ അഭിഷേകാഗ്നി കൺവെൻഷൻ ആ സമയത്ത് കർത്താവ് അവിടെ കൊണ്ടുവന്നു. അത് കൂടുവാനുള്ള ഒരു ഭാഗ്യം കിട്ടി. കുംസാരിക്കുന്നതിൻ്റെ ദിവസം എങ്ങനെയോ ഞാൻ ഒരു പ്രായം ചെന്ന് അച്ഛൻ്റെ മുമ്പിൽ ചെന്ന് പെട്ടു. കുമ്പസാരം 16 വർഷമായിട്ട് കുമ്പസാരത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു പോയിരുന്നു. കുമ്പസാരം തന്നെ മറന്ന് എന്താണെന്നറിയില്ല, എന്തോ സംഭവങ്ങളൊക്കെ. ഞാനിതെല്ലാം അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, മകനെ, ഇന്ന് യേശു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണ്. കാരണം വഴിവഴച്ച ഒരു മകനെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്നോർത്ത് സന്തോഷിക്കും എന്ന് പറഞ്ഞു. സത്യമായ സ്വർഗത്തിൽ അന്ന് വളരെ അന്ന് മുതൽ എനിക്ക് ഒരു പ്രത്യേക വിശ്വാസം ദൈവത്തിലുണ്ടായി, ക്രിസ്തുവിലുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ എന്നും വട്ടായിലച്ചൻ്റെ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാറുണ്ട്. ഒരു 2 മാസം മുമ്പ് എൻ്റെ മൂത്ത മകന് ഡൽഹിയിൽ ജോലിയാണ്. അവന് പനിയായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് എറണാകുളം ലിസി കൊണ്ടു ചെന്നു. അവിടെ ചെന്ന് ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് പനിയല്ല, ലിവറിൻ്റെ പല ഭാഗത്തായിട്ട് തുള്ളിയായിട്ട് പഴുപ്പും വെള്ളവും കെട്ടിക്കിടക്കുകയാണ്. ഇത് ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഒരു ഗ്ലാസ്സിലെ വെള്ളമാണെങ്കിൽ കമത്തി കളയാം. ഈ തുള്ളിയാണെങ്കിൽ നമ്മൾ തുടച്ചു മാറ്റണം, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് വരുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അന്നൊരു ശനിയാഴ്ച ആയിരുന്നു. പിറ്റേ ദിവസം ഞായറാഴ്ച അഭിഷേകാഗ്നി സമയത്ത് ഞാനും എൻ്റെ കുടുംബവും പൊട്ടിക്കരഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, ഇത് എങ്ങനെയെങ്കിലും ഇതൊന്ന് സുഖപ്പെടുത്തി തരണമേ, ഞങ്ങൾക്ക് വേറെ ജോലിയുള്ള മക്കളാരുമില്ല, കുടുംബം പോറ്റുവാൻ ഞങ്ങൾക്ക് വശമില്ല, അപ്പോൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരണമേ എന്നിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തിങ്കളാഴ്ച സ്കാൻ ചെയ്തപ്പോൾ ഈ പല സ്ഥലത്തായിരുന്ന എല്ലാ പഴുപ്പും കൂടെ ഒരു സ്ഥലത്ത് വന്ന് കൂടി. നോക്കിയേ, ഞായറാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച ആയപ്പോഴേക്കും അതെല്ലാം കൂടെ കൂടി ഒരു സ്പോട്ടായി മാറി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പം തന്നെ നമുക്കത് വലിച്ചു കളയാം. അങ്ങനെ ഏകദേശം ഒരു 1.5 ലിറ്ററോളം പഴുപ്പ് വലിച്ചു കളഞ്ഞു. ഞങ്ങളെ കാണിച്ചു തരികയും ചെയ്തു. 1.5 ലിറ്ററോളം പഴുപ്പ് അത് ബയോപ്സിക്ക് എടുത്തയച്ചു.
റിസൾട്ട് അനുകൂലമായിരുന്നു. മറ്റസുഖമൊന്നുമല്ല, സുഖപ്പെട്ടു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ജോലിക്ക് വീണ്ടും പോയി തുടങ്ങി. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകം എന്നെ ഈ ദുഷ്ടമാർഗത്തിൽ നിന്നും നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവന്ന കോട്ടായിലച്ചന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ശരിക്കും കൺവെൻഷനിൽ പരിശുദ്ധാത്മാവ്, ദൈവം പരിശുദ്ധാത്മാവിനെ ഈ അപ്പച്ചൻ്റെ മേൽ വർഷിച്ചു, ചേട്ടൻ്റെ മേൽ വർഷിച്ചു. പരിശുദ്ധാത്മാവ് ഈ ചേട്ടനെ നല്ല വഴിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുവന്നു. അനുതാപം, ഒരൊറ്റ ഒരു സ്പർശനം, അതോടുകൂടെ കൃപ അങ്ങോട്ട് കൊടുത്തു കർത്താവ്. വിശുദ്ധർ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായി അല്ലേ, 16 വർഷത്തോളമായി കുമ്പസാരിച്ചിട്ടില്ലേ. അതിനു മുമ്പ് തന്നെ വിശ്വാസം പോയിട്ടുണ്ടാവും. ആ അവസ്ഥയിൽ നിന്ന് ഒറ്റ സെക്കൻഡ് വിശ്വാസം കൊടുത്തു, ഹൃദയത്തുറവി കൊടുത്തു, ദാഹം കൊടുത്തു, ആത്മീയ ആഗ്രഹങ്ങൾ കൊടുത്തു. ദൈവം അങ്ങോട്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകി. ദൈവം അങ്ങോട്ട് അനുഗ്രഹിച്ചു. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്താം. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ. ഉറക്കെ പാടി ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ. കൈ ഉയർത്തി കൈയടിച്ച് ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതയാലാണ് പാപികളുടെ വിശുദ്ധീകരണം ലോകത്തിൽ നടക്കുന്നത്. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം. ക്രൂശിതനായ യേശുക്രിസ്തുവിനെ ധ്യാനിക്കാം. നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച രക്ഷകനായ യേശുവിനെ ധ്യാനിച്ച് 2 കരങ്ങൾ ഉയർത്തി എല്ലാ പാപികളുടെയും മാനസാന്തരത്തിന് ആഗ്രഹിച്ച് ഉറക്കം നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശു എൻ്റെ പാപങ്ങൾ അവൻ്റെ ശരീരത്തിൽ വഹിച്ച് എനിക്ക് വേണ്ടി, എൻ്റെ വീണ്ടെടുപ്പിനായി അവൻ എനിക്ക് വേണ്ടി സഹിച്ചു. യേശുവിന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്നെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്നെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. അന്ധകാര ശക്തികളെ ശാസിക്കുന്നു, പാപത്തിന്റെ ആധിപത്യങ്ങളെ ശാസിക്കുന്നു, രോഗത്തിന്റെ ആധിപത്യങ്ങളെ ശാസിക്കുന്നു, നിരാശയുടെ ആധിപത്യങ്ങളെ ശാസിക്കുന്നു, തകർച്ചയുടെ ആധിപത്യങ്ങളെ ശാസിക്കുന്നു. വിട്ടുപോവുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ച് രോഗങ്ങൾ ഏറ്റെടുത്തു. യേശുവേ, യേശു തന്റെ അടിപ്പിണരാ എന്റെ രോഗങ്ങൾ ഏറ്റെടുത്തു. അവനേറ്റ പീഡകളാ സൗഖ്യത്തിന്റെ ശക്തി പകർന്നു. അവനേറ്റ പീഡകളാ സൗഖ്യത്തിന്റെ ശക്തി പകർന്നു. രോഗത്തിന് മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ പതറുകില്ല. രോഗത്തിന് മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ പതറുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ രോഗത്തെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. രോഗത്തെ ശാസിക്കുന്നു,
എന്നേക്കും വിട്ടുപോകാം. രോഗത്തെ ശാസിക്കുന്നു, രോഗമേ രോഗങ്ങളെ വിട്ടുപോവുക. എന്നേക്കും വിട്ടുപോകാം. Glory. Hallelujah. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപങ്ങളും രോഗങ്ങളും തിന്മകളും തകർച്ചകളും യേശു നാമത്തിൽ വിട്ടുമാറി പോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ക്ഷീണങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, യേശുവിന്റെ ശക്തിയോട് വെളിപ്പെടട്ടെ. എല്ലാ കുടുംബങ്ങൾക്ക് യേശുവിന്റെ ശക്തി വെളിപ്പെടട്ടെ. കഠിന ഭാവികളുടെ മേലുള്ള പിശാചിന്റെ ആധിപത്യങ്ങൾ ഛിന്ന ഭിന്നമായി പോകട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. പ്ലീസ് ബി സീറ്റഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സ്വർഗത്തെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുലിഖിതം. ദൈവവചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവപുത്രനായ യേശു പറയുന്നൊരു വചനഭാഗമാണ് ലൂക്ക് ചാപ്റ്റർ 15:7. യേശു പിതാവിൻ്റെ മനസ്സറിഞ്ഞ് സംസാരിക്കുകയാണ്. പിതാവിൻ്റെ മനസ്സിൽ വളരെ വലിയ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം, പാപികൾ പാപവഴികൾ ഉപേക്ഷിച്ച് പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു നടക്കുന്ന സമയമാണ്. സ്വർഗത്തിൽ ദൂതന്മാർക്ക് സന്തോഷം ഉണ്ടാകും. ഈ ഭൂമിയിൽ ദൈവം നഷ്ടപ്പെട്ട ഒരു ദൈവ പൈതൽ, വിശുദ്ധി നഷ്ടപ്പെട്ട ഒരു ദൈവ പൈതൽ, സത്യസന്ധത നഷ്ടപ്പെട്ട ദൈവ പൈതൽ, നേർവഴി നഷ്ടപ്പെട്ട ദൈവ പൈതൽ, തന്നിഷ്ടം പോവുകയും ദൈവവചനം ലംഘിക്കുകയും ചെയ്യുന്ന ദൈവ പൈതൽ തൻ്റെ പാപമാർഗങ്ങൾ, തൻ്റെ ദുഷ്ടമാർഗങ്ങൾ ഉപേക്ഷിച്ച് ദൈവവചനപ്രകാരം ദൈവത്തിലേക്ക് തിരികെ നടന്നാൽ അത് സ്വർഗത്തെ സന്തോഷിപ്പിക്കും, ദൂതന്മാരെ സന്തോഷിപ്പിക്കും, സ്വർഗവാസികളെ സന്തോഷിപ്പിക്കും, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കും. നമുക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ പറ്റും. ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വിശുദ്ധ ബൈബിൾ പല വഴികൾ പറയുന്നുണ്ട്. അതിൽ വളരെ രാജകീയമായൊരു വഴിയാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അധ്വാനിക്കുക. അതുകൊണ്ട് ദുഷ്ടപിശാച് വളരെ പെട്ടെന്ന് തളർച്ചയുണ്ടാക്കുന്നൊരു കാര്യമാണ് മാനസാന്തരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കുക. അവർക്ക് പെട്ടെന്ന് തോന്നും, വേണ്ടാന്ന് തോന്നും. വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ അനുഭവത്തിലൊരു കാര്യം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകൾ പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു പ്രത്യേക പ്രതിപാദനം എങ്ങനെയാണ്: ഒരു ദിവസം വിശുദ്ധ ഫൗസ്റ്റീന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ അസ്വസ്ഥനായ പിശാച് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി അവിടെ സന്നിഹിതനായി. ആ പിശാച് വിശുദ്ധ ഫൗസ്റ്റീനോട് പറയുകയാണ്, നീ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട, നിൻ്റെ തന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നല്ല ബുദ്ധിയുള്ളൊരു ഉപദേശം കൊടുക്കണ മാതിരി, നല്ല വിവേകവും പക്വതയുള്ളൊരു നല്ല സ്പിരിച്വൽ ഫാദർ ഉപദേശം കൊടുക്കണത് മാതിരി പിശാച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ ഫൗസ്റ്റീനയുടെ അടുത്ത് വന്ന് പറയുകയാണ്, നിൻ്റെ തന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക, നീ ലോകത്തിലെ എല്ലാവരെയും നന്നാക്കിയിട്ട് നേരെയാകും, നീ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്തുക. ഇത് പിശാചിൻ്റെ ആഗ്രഹമാണ്. ഇന്ന് സുവിശേഷ വേല ചെയ്യുന്ന അനേകം മക്കൾ തളർച്ച നേരിടുകയാണ്. കാരണം പിശാച് കൗശലപൂർവ്വം അവരുടെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ വെച്ച്
അതിശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഒരു ദൈവ പൈതലിനെ, അല്ലെങ്കിൽ ദൈവം നഷ്ടപ്പെട്ട, വിശുദ്ധി നഷ്ടപ്പെട്ട, നേർവഴി നഷ്ടപ്പെട്ട, പ്രാർത്ഥന നഷ്ടപ്പെട്ട, ഉണർവ് നഷ്ടപ്പെട്ട, തീഷ്ണത നഷ്ടപ്പെട്ട ഒരാത്മാവിനെ വീണ്ടും ദൈവീക വഴികളിലേക്ക് കൊണ്ടുവരിക. ഒരു ദൈവ പൈതലിനെ വീണ്ടും ദൈവത്തിൻ്റെ സ്വന്തമാക്കുക. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഏത് പരിശ്രമമാണെങ്കിലും, ഉപവാസങ്ങൾ എടുക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, പരിഹാരം ചെയ്യുന്നത്, യേശുവിൻ്റെ കരുണയെക്കുറിച്ച് പ്രസംഗിക്കുന്നത്, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി അവരെ പോയി സന്ദർശിക്കുന്നത്, അവരെ കുമ്പസാരത്തിലേക്ക് കൊണ്ടുവരുന്നത്, യേശുവിലേക്ക് കൊണ്ടുവരുന്നത്, അതിനുവേണ്ടിയുള്ള ഏത് ഒരു പുസ്തകം കൊടുക്കുന്നത്, മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നത്, പാട്ടുകൾ പാടുന്നത്, ശുശ്രൂഷ ചെയ്യുന്നത്, എന്തു തന്നെ കാര്യമാണെങ്കിലും സ്വർഗത്തെ വളരെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് ദൈവപുത്രനായ യേശു പഠിപ്പിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം അതിൽ 6 തൊട്ട് 10 വരെ വാക്യങ്ങൾ. ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സസ് 6 to 10. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിൽ 1 നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടും കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നൊരു വചനഭാഗമാണിത്. അനുതപിക്കുന്ന ഒരു പാപി, ദുഷ്ടമാർഗം വിട്ട് ദൈവത്തിലേക്ക് വരുന്നൊരു വ്യക്തി, അങ്ങ് ഒരു വ്യക്തിയെ അന്ധകാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തി സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിലാപത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വചനഭാഗം വായിക്കുന്നുണ്ട്. വിലാപത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൽ 1, 2 തിരുലിഖിതങ്ങൾ. ബുക്ക് ഓഫ് ലെമന്റേഷൻ ചാപ്റ്റർ 4 വേഴ്സസ് 1 and 2. അവിടെ നിന്ന് വായിക്കുന്നത് എങ്ങനെയാണ്? സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ നിറമാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലകളിൽ ചിതറിക്കിടക്കുന്നു. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ നിറമാറ്റം വന്നു. ആരാണ് ഈ സ്വർണം? എന്താണ് ഈ തങ്കം? എന്താണ് വിശുദ്ധ വചനം ഇവിടെ ഉദ്ദേശിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തോളം വിലയുള്ള ഓരോ ആത്മാക്കളുമാണ് ഈ സ്വർണമെന്ന് പറയുന്നത്. സ്വർഗവും ഭൂമിയും പിതാവായ ദൈവം സൃഷ്ടിച്ച സകല കാര്യങ്ങളെക്കാളും വിലയുള്ള ഓരോ ആത്മാവാണ് ഈ തങ്കം. അങ്ങനെ ഇത്രയും അമൂല്യമായ, സ്വർഗത്തേക്കാൾ വിലയുള്ള, സർവ്വ സൃഷ്ടികളെക്കാൾ വിലയുള്ള ഈ തങ്കം, ഈ ആത്മാവ് ഇതാ മങ്ങി കറപിടിച്ച് ചെളിയിൽ പുരണ്ട് നിറമാറ്റം വന്ന് തരിപ്പണമായി വഴിക്കവലകളിൽ ചിതറിക്കിടക്കുന്നു. ദൈവത്തെ വേദനിപ്പിക്കുന്നൊരു കാര്യമാണത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുക. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഉപവാസം എടുക്കുക. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കുരിശിൻ്റെ വഴികൾ നടത്തുക. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അവരെ സന്ദർശിച്ച് അവരെ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് അവരോട് പറയുക. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹൃദയം അവർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയുടെ വർഷത്തിൽ കരുണയുടെ കവാടം തുറന്നിട്ട് അനവധി ദേവാലയങ്ങൾ നമ്മൾ കണ്ടതാണ്. രാത്രിയും പകലും തുറന്നിട്ടൊരു ദേവാലയത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ, ഇതുപോലെ രാത്രിയും പകലും സദാസമയം പാപികളുടെ തിരിച്ചുവരവിന് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വാതിലുമായുള്ള ഒരു ഹൃദയമാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹൃദയം. ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ നിങ്ങൾ അധ്വാനിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വർഗസ്ഥനായ പിതാവ് ഒരുപാട് സന്തോഷിക്കും. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വചനമുണ്ട്. എന്താണെന്നറിയോ? ഇതുപോലെ പ്രവർത്തിക്കാതെ നമ്മുടെ തന്നെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നടക്കുമ്പോൾ
സ്വർഗസ്ഥനായ പിതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ഹഗ്ഗായി ചാപ്റ്റർ 1 വേഴ്സ് 4. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? എൻ്റെ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ പാപിയുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ചെയ്തത് എന്താണെന്ന് അറിയാമോ? തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പിതാപുത്രനായ യേശു ഈ ഭൂമിയിൽ വന്ന് തൻ്റെ ശരീരം, തൻ്റെ ജീവൻ, തൻ്റെ രക്തം, തൻ്റെ സർവവും ഓരോ പാപിക്കും വേണ്ടി, ഓരോ നഷ്ടപ്പെട്ട ആത്മാവിനും വേണ്ടി വിലയായി കൊടുത്ത് കുരിശിൽ പിടഞ്ഞ് മരിച്ചു. സ്വർഗം ഏറ്റവും വിലയുള്ളത് ഓരോരുത്തർക്കും വേണ്ടി കുരിശിൽ പടഞ്ഞ് മരിക്കാൻ വിട്ടുകൊടുത്തു. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ ധ്യാനിക്കാം. ഈ സമയം അനേകം പേരെ കർത്താവ് രാജ്യത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി അഭിഷേകം ചെയ്യുന്നുണ്ട്. അനേകം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ കർത്താവ് നൽകുന്നു. അനേക രോഗികൾ ആ രോഗാവസ്ഥയും വേദനയെല്ലാം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഇപ്പോൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും സൗഖ്യങ്ങളും പ്രാപിക്കുന്നു. ഈ സമയം ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ യേശു ശരീരത്തിൽ തകർന്ന് വേദനകൾ സഹിച്ച് തൻ്റെ ശരീരം ശിരസ് മുതൽ പാദം വരെ ചോരയിൽ കുതിർന്ന് അവൻ തന്നെ ബലിയായി ഓരോ നഷ്ടപ്പെട്ട ആത്മാവിന് വേണ്ടി സമർപ്പിച്ചു. എന്റെ പാപത്തിൻ പരിഹാരമായി യേശുവേ, വചനം മനുഷ്യനായി അവതരിച്ചു. എന്റെ പാപത്തിൻ പരിഹാരമായി വചനം മനുഷ്യനായി അവതരിച്ചു. എൻ്റെ പാപം മോചിക്കുവാനാ അവനെനിക്കായി ക്രൂശിൽ പീഡഞ്ഞു. എൻ്റെ ദൈവമേ, യേശുവേ, എൻ്റെ യേശുവേ, യേശുവേ, ചേർന്ന് വാഴണമേ. എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ, എന്നിൽ ചേർന്ന് വാഴണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ക്രൂശിതനായ യേശുവിൻ്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച്, എനിക്ക് വേണ്ടി തകർന്നവനെ, ഈ ലോകത്തിൽ തകർന്ന എല്ലാ ആത്മാക്കൾക്കും വേണ്ടി ഞാനിതാ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, അങ്ങയുടെ കുരിശ് മരണത്തിൽ അങ്ങ് സഹിച്ചതെല്ലാം ഓരോ ആത്മാവിനും വേണ്ടിയാണല്ലോ. അവിടുന്ന് നിലവിളിച്ചത്, അവിടുന്ന് ശരീരത്തിൽ സഹിച്ചത്, അവിടുന്ന് ശിരസ് മുതൽ പാദം വരെ ചോരയിൽ കുതിർന്നത് നഷ്ടപ്പെട്ട ഓരോ ആത്മാവിനും വേണ്ടിയാണല്ലോ. അങ്ങയുടെ ഹൃദയം കുത്തിപ്പിളർക്കപ്പെട്ടത് ഓരോ ആത്മാവിനും വേണ്ടിയാണല്ലോ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടപ്പെട്ട ഓരോ ആത്മാവിനും വേണ്ടി സ്വർഗത്തോളം വിലയുണ്ടെന്ന് അറിയിച്ച ഞങ്ങളുടെ യേശുവേ, യേശുവേ, അങ്ങയുടെ ജീവനേക്കാൾ അങ്ങ് നഷ്ടപ്പെട്ട ഒരു ആത്മാവിന് വേണ്ടി വില കൊടുക്കുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തിയ യേശുവേ, എന്നിൽ പരിശുദ്ധിയെന്നും പകരാ അവൻ തിരുരക്തമെന്നിൽ ചൊരിഞ്ഞു. എന്നിൽ പരിശുദ്ധിയെന്നും പകരാ യേശുവേ, അവൻ തിരുരക്തമെന്നിൽ ചൊരിഞ്ഞു. എൻ്റെ പാപങ്ങളെല്ലാം നീക്കാൻ അവനെനിക്കായി പീഡകളേറ്റു. എൻ്റെ പാപങ്ങളെല്ലാം നീക്കാൻ അവനെനിക്കായി പീഡകളേറ്റു. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. യേശുവേ, യേശുവേ, അനേക ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ വലിയ അഭിഷേകം കർത്താവ്
സ്വർഗത്തിൽ നിന്ന് വർഷിക്കുന്നു. പാപ വഴികളെ വിട്ടുപേക്ഷിക്കാൻ കർത്താവ് കൃപ ചൊരിയുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച നമ്മുടെ രക്ഷകനായ യേശു ദിവ്യകാരുണ്യ രൂപനായി ഇതാ നമ്മുടെ കൺമുമ്പിൽ ഈ സമയം മുട്ടുമേൽ നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി ആരുടെ എല്ലാം മാനസാന്തരം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മക്കൾ, ജീവിത പങ്കാളി, കുടുംബാംഗങ്ങൾ, അയൽവാസികൾ, ഇടവകക്കാർ, ദേശത്തുള്ളവർ, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാ ബോധ്യത എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ച് എത്ര പേർക്ക് യേശുവിനെ വിളിക്കാമോ അത്ര പേർക്ക് യേശുവിനെ വിളിക്കുക. യേശുവേ, 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 യേശുവേ. എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ, എന്നിൽ ചേർന്ന് വാഴണം. രണ്ട് കരങ്ങൾ ഉയർത്തി എൻ്റെ ദൈവമേ, എല്ലാ പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി കൃപ ചൊരിയണമേ. ചേർന്ന് വാഴണമേ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ദൈവമേ, എൻ്റെ യേശുവേ, എന്നിൽ ചേർന്ന് വാഴണമേ. ഈ കാലഘട്ടത്തിനഭിഷേകം നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.